ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ 20 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിൽ മാക്സിമം പങ്കെടുത്ത് ചാപ്റ്റേഴ്സൊക്കെ തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മക്കളെ, ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞതും നെക്സ്റ്റ് പെട്ടെന്ന് വരാൻ പോകുന്ന സംഗതി എന്താണ്? നമ്മുടെ മോഡൽ എക്സാം, പബ്ലിക് എക്സാമാണ്. അതിന് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു, ജനുവരിയിൽ ഡിസംബറിൽ ക്രിസ്മസ് എക്സാമും ക്രിസ്മസ് ഹോളിഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ജനുവരി ഫെബ്രുവരിയിൽ മോഡൽ എക്സാമും മാർച്ചിൽ പബ്ലിക് എക്സാമാണ്. അപ്പോൾ വലിയൊരു ടൈം ഗ്യാപ്പ് അതിനുശേഷം ഇല്ല. പക്ഷേ ഈ ഒരു ടൈം ഗ്യാപ്പിന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ പ്രോപ്പറായി പഠിച്ചെടുക്കണം. പഠിച്ചതിന് ശേഷം അതിൻ്റെ റിവിഷനും ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കൂടാതെ എല്ലാ ക്വസ്റ്റൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ ഒരു 90% എബോവ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 90% കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു 50-55% ലെവലിലാണെങ്കിൽ അതൊരു 80% എത്തിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ല കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ 90% 100% കിട്ടാൻ ആഗ്രഹമുള്ള, കിട്ടാൻ സ്കോപ്പുള്ള കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾ പ്രോപ്പറായി പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഒരു 40-50% ലെവലാണ്. നിങ്ങൾക്ക് അത് 85-90 ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ, അല്ലെ 80+ ലെവൽ എത്തിക്കണമെങ്കിലും നിങ്ങൾ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണ്. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി പറയാൻ വന്നത്രേ ഉള്ളൂ, നിങ്ങൾക്ക് അതിനുള്ള ഓൾറെഡി നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്സാമിനറിനെ +2 ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ +2 നമ്മുടെ എക്സാമിനറിനെ വേറെ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തു. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ മോശമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒരേ ബാച്ചിൽ എടുക്കുമ്പോൾ അതും കൃത്യമായി പഠിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും വർക്ക്ഷീറ്റ് ഒക്കെ നമ്മുടെ ബാച്ചിലുള്ള സാധനം വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനാണ് നിങ്ങൾ പ്ലാനെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ബാച്ചിലും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു പരിപാടിക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി. ഇനി നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ, അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും ട്യൂഷന് പോയി, പക്ഷേ ആ ട്യൂഷനിൽ സിലബസ് തീരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തു, ഇൻഫാക്ട് നിങ്ങൾ എക്സാമിനറിന് തന്നെ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ, ഫോർ വാട്ട് എവർ റീസൺ നിങ്ങളത് ഇതുവരെയൊന്നും പഠിച്ചില്ല എങ്കിൽ, ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഡിസംബറിന് ശേഷം, ക്രിസ്മസ് എക്സാമിന് ശേഷം ഫസ്റ്റ് മുതൽ പഠിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ കണ്ടെത്തണം. അത് ഓൾറെഡി ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി, ഫുൾ കോൺഫിഡൻസിൽ മുന്നോട്ട് പോയിക്കോളൂ, പബ്ലിക് എക്സാം താർക്കാം. പക്ഷെ അതില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കണ്ടുപിടിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ബാച്ച് നമ്മുടെ എക്സാമിനർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യോധ ക്രാഷ് ബാച്ച്, +2 കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ബാച്ചാണ് ഈ ബാച്ച്. ഈ ബാച്ചിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ്, എല്ലാ സബ്ജക്റ്റിനെയും ഫസ്റ്റ് മുതലുള്ള അവസാനത്തെ വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ പോകുന്ന, വീണ്ടും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം തരാൻ പോകുന്ന, ഒരുക്കാൻ പോകുന്ന ബാച്ചാണ് നമ്മുടെ യോധ ബാച്ച്. ഈ യോധ ബാച്ചിൽ എന്തൊക്കെ കിട്ടാമെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടി, അറിയുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഈ പാർട്ട് വേണം സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഓരോ ചാപ്റ്ററിനെയും 1 ഷോട്ട് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അത് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ക്ലാസ്സാണിത്. പെട്ടെന്ന് മാത്രമല്ല, കംപ്ലീറ്റ് സാധനം ഇതിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ ഓരോ ചാപ്റ്ററിന് അനാലിസിസ് വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ അത് പെട്ടെന്ന് പറഞ്ഞുതരും. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ ചാപ്റ്ററിൽ എന്താണ് പരീക്ഷയ്ക്ക് വരിക. അതുകൂടാതെ ഓരോ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും. ഇതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം നമ്മൾ പുതിയ ലോഞ്ച് ചെയ്ത ഫീച്ചറാണ് ഷോർട്ട് നോട്ട്സ് വെച്ചുള്ള ലൈവ്. അതായത് ഓരോ ചാപ്റ്ററും നിങ്ങൾ ഈ 1 ഷോട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എങ്കിലും ആ ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലൈവായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരും. നിങ്ങളുടെ കോൺസെപ്റ്റ്സ് എല്ലാം സ്ട്രോങ് ആയി. അതിനുശേഷമാണ് ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ മോഡൽ എക്സാമിന് മുൻപ് നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം ഉണ്ടാവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും എക്സാമിനർ തരിക. ഇത് കൂടാതെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കും, നമ്മുടെ ഫ്രീ ക്വസ്റ്റ്യൻ ബാങ്കും 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സുള്ള ക്വസ്റ്റ്യൻ ബാങ്കും കൂടി നിങ്ങൾക്ക് അയച്ചു തരുന്നതോടെ നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ കൂടുതൽ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിന് കൂടുതൽ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ എന്താണ് ബെയർലി സമയം ഉണ്ടാവുള്ളൂ. ആൻഡ് ഇൻഫാക്ട് നിങ്ങൾ ഇതിലെ കാര്യങ്ങൾ ഒരു 90% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ 95% മുകളിൽ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, ബാച്ചിൻ്റെ ഫീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ 2000 rupees ആണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. അതിന് വേറൊരു കാര്യം കൂടെ, നിങ്ങൾ +2 ഇയർ ബാച്ചിലോ എക്സാമിനർ +2 ഏത് ബാച്ചിൽ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ബാച്ചിൽ ഓൾറെഡി നമ്മുടെ സിലബസ് ഇതുവരെയുള്ളത് തീർന്നു കഴിഞ്ഞു. ക്രിസ്മസ് എക്സാമിൻ്റെ ഇനിയുള്ള നമ്മൾ കംപ്ലീറ്റ് തീർക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് നിർബന്ധമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒരേ ബാച്ചിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തതാണ് നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് നെസസറി. പക്ഷേ എന്നാലും നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചില്ല എങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ പഠിക്കാൻ ഒന്നും കൂടി ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ബാച്ചിൽ ജോയിൻ ചെയ്യാം. 50% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓൾറെഡി എക്സാമിനർ ഏത് ബാച്ചിൽ പഠിക്കുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ മക്കളെ. നിങ്ങൾ ഒന്നും കൂടി പരീക്ഷയ്ക്ക് മുമ്പ്, പബ്ലിക് എക്സാമിന് മുൻപ് വീണ്ടും നിങ്ങൾക്ക് ഒന്നും കൂടി പഠിക്കാനുള്ളൊരു ചാൻസ് നിങ്ങൾക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ, ആരെങ്കിലും ഒരുക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ റെഡിയുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് ആ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്നുള്ള കോൺഫിഡൻസുള്ള കുട്ടികളാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ
വേഗം അഡ്മിഷൻ എടുത്തോളൂ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനുശേഷം വരാനുണ്ട് മക്കളെ. പ്രാക്ടിക്കൽ അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ വരുന്നതിനോട് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും തീരില്ല. മാത്രമല്ല നിങ്ങൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അതിനിടയ്ക്ക് എൻട്രൻസ് എക്സാംസും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നേരത്തെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഡിസംബർ 23 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യണം. വേഗം തന്നെ അഡ്മിഷൻ എടുക്കണം. ഓരോ ബാച്ചിനും ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ബാച്ചിന് കഴിയാനായി. അപ്പോൾ പഠിച്ചു കൊടുക്കണം, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുക. അത് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എക്സാമിനർ ടീച്ചേഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ബാച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക, പഠിക്കാൻ റെഡിയാവുക. അത്രേ മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ലൈവിൽ ഇനി കാണാം.